അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മുസ്തഫൽ ഫൈസി ഉസ്താദിന് KMIC ന്യൂസിലേക്ക് സ്വാഗതം. നിലവിളക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന സമയത്താണ് താങ്കൾ സോഷ്യൽ മീഡിയയിലൂടെ താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘടന താങ്കളെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ നടപടിയോട്? ഞാൻ അതിന്റെ പ്രതികരണം ഇന്നലെ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി വിശദീകരിച്ചാലോ? അതിന്റെ പ്രതികരണം അതാണ്. അതെ, ആ വിഷയത്തിലുള്ള പ്രതികരണം ഞാൻ കൊടുത്തതാണ്. അവര് അത് ഓരോന്നൊക്കെ പറഞ്ഞു, ഓരോ കാരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കാരണമൊന്നും അംഗീകരിക്കുന്നില്ല. അതേ സമയത്ത് ഇതിന്റെ വിശദീകരണം ഞാൻ ആദ്യം ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെതിരിൽ എവിടെയാണ് എന്താണെന്നുള്ളതൊന്നും അതും പറഞ്ഞിട്ടില്ല. അവരിങ്ങനെ തീരുമാനിച്ച് അതിങ്ങനെ ആരെടുത്ത്, എവിടെ എടുത്ത്, ഏത് യോഗത്തിലെടുത്ത്, ആരധ്യക്ഷൻ, അതൊന്നുമില്ല. വെറും ഒരു റിപ്പോർട്ട് മാത്രം. ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എന്നുള്ളിടത്തോളം റിപ്പോർട്ടാ, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ഏതായാലും ഇനിയിപ്പോ അത് ശരിയായ റിപ്പോർട്ടാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എനിക്കത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. താങ്കൾ സംഘടനയുടെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ സംഘടനയിലെ പണ്ഡിത നേതാക്കളുമായി കൂടിയാലോചിക്കുകയോ അവരുമായി ചർച്ച ചെയ്യുകയോ ചെയ്യാതെ താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ സാമൂഹിക മാധ്യമം, സോഷ്യൽ മീഡിയ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താണ്? അതിന് സംഘടനയുടെ തീരുമാനം ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ. വ്യക്തിപരമായി ചിലർ അഭിപ്രായം പറഞ്ഞു, വ്യക്തിപരമായി ഞാനും പറഞ്ഞു. വ്യക്തിപരമായി സംഘടനയിൽ അഭിപ്രായം പറയാനുള്ളത് സർവ്വസാധാരണമായിട്ടുള്ളതാണ്. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അടക്കമുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. പണ്ഡിതന്മാരെന്നൊന്നുമില്ല. അവര് സൈനുദ്ദീൻ മുസ്ലിയാരും വേറെ ചിലരും മാറ്റി ചില ആളുകൾ സംസാരിച്ചു. ആ സംസാരിച്ചവർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു മാറ്റർ കൊടുത്തു എന്നൊക്കെയാണ്. അതായത് സംഘടനന്റെ ഒരു ഘടകവും ചേർന്നിട്ടില്ല. ഈ ഒരു പോസ്റ്റിന്റെ പേരിൽ താങ്കളെ സ്ഥാനഭ്രഷ്ടനാക്കിയിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതൊരാൾക്കും മനസ്സിലാകുന്നത് പുറത്താക്കലിന് പിന്നിൽ വെറുമൊരു FB പോസ്റ്റ് മാത്രമല്ല, മറ്റെന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ആ ദുരൂഹതകൾ അവർക്കുണ്ടായിരിക്കാം ദുരൂഹതകൾ. എന്റെ ഭാഗത്ത് അങ്ങനെ ഒരു ആരോപിക്കപ്പെടാവുന്ന ഒരു ദുരൂഹതയുമില്ല. അതുണ്ടെങ്കിൽ മുമ്പ് അവർ ചെയ്യേണ്ടതല്ലേ. സംഘടനക്കകത്ത് താങ്കളുമായി എന്തെങ്കിലും വിഷയങ്ങളുണ്ടായിരുന്നോ? അങ്ങനെ ഇല്ലല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആശയപരമായ പ്രശ്നങ്ങൾ പണ്ടൊക്കെ എങ്ങനെ ഉണ്ടാവും, അഭിപ്രായക്കേസ് അതൊക്കെ പറഞ്ഞു തീരും. അങ്ങനെയൊക്കെയായിരുന്നു. നിലവിളക്ക് വിഷയത്തിൽ സമസ്ത ഐക്യകണ്ഠേന ഒരു തീരുമാനം എടുക്കാത്ത സാഹചര്യത്തിൽ താങ്കൾ താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ നേരെ പുറത്താക്കുകയാണ് ചെയ്തത്. താങ്കളുമായി ചർച്ച ചെയ്യുകയോ വിഷയങ്ങൾ ആരായുകയോ ചെയ്തിട്ടില്ല. അതും എന്നെ പുറത്താക്കി എന്ന് പറയുന്നതും ഒരു രേഖാടിസ്ഥാനത്തിലൊന്നും മനസ്സിലാക്കാവുന്ന നിലക്കല്ല. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി തീർത്ത ഈ ഒരു ഇപ്പോഴത്തെ ഇറങ്ങിയ പുതിയ പത്രത്തിൽ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എന്നുള്ള റിപ്പോർട്ടാണ്. ഓഫീസിൽ നിന്ന് ഏത് ആള് വിളിച്ചു പറഞ്ഞു, ഏത് യോഗത്തിലാണ് നടന്നത്, അധ്യക്ഷൻ ആരായിരുന്നു, എത്ര ആൾ പങ്കെടുത്തു, ഇതൊന്നുമില്ല. അപ്പൊ അതും ഒരു ശരിയുമ അവിടെ നടന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അതും വ്യക്തിപരമായി ചില ആളുകൾ ഉണ്ടാക്കി തീർത്തതാകുന്നതിന് വിരോധവുമില്ല. ഈ പത്രവാർത്ത വന്നതിന് ശേഷം ഏതെങ്കിലും നേതാക്കൾ താങ്കളുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ? സമ്മർദ്ദമൊന്നുമില്ല. എനിക്ക് ഒരു സമ്മർദ്ദം ഏൽക്കൂലെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയും ചെയ്യാം. അതുകൊണ്ട് ആരും സമ്മർദ്ദത്തിന് വരില്ല. പിന്നെ പ്രവർത്തകരെ സ്നേഹിക്കുന്നവരും കാര്യം മനസ്സിലായവരൊക്കെ ധാരാളം വിളിച്ചിരുന്നു. അതാണ് ഇപ്പൊ സംഭവം. താങ്കളുടെ അഭിപ്രായത്തോട് യോജിക്കുന്ന നേതാക്കൾ സംഘടനയിൽ തന്നെയുണ്ടോ? അതൊന്നും എനിക്കറിയാൻ പറ്റില്ല. എനിക്കതൊന്നും അന്വേഷിക്കാൻ സമയം കിട്ടിയിട്ടില്ല. എനിക്കതൊന്നും ഒരു പ്രസക്തമല്ല. ഏതെങ്കിലും നേതാവ് പിന്നോട് യോജിക്കുന്നുണ്ടോ എന്ന് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ചോദിച്ചത് ഞാൻ 92 ഇതിന്റെ ഖുർആൻ വ്യാഖ്യാനം അൽബക്കറ എഴുതിയപ്പോ അതിൽ ഈ വിഷയം വളരെ വ്യക്തമായി പറഞ്ഞ. കഴിഞ്ഞ വർഷം ദർശന TVയിൽ വളരെ വിശദമായിട്ട് ഇക്കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. ഇന്ന് ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് പലയിടത്തും ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് സംഭവം. ദർശന ചാനലിലും ഖുർആൻ പരിഭാഷയിലുമൊക്കെ നിങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും അന്നൊന്നും ഒരു നടപടിയും എടുക്കാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി എടുത്തതിന് പിന്നിൽ എന്താണ്? അതിപ്പോ അവരൊന്നും ഇപ്പൊ അത് വായിച്ചിട്ടുണ്ടാവില്ല. അവരൊന്നും ദർശനം ഉണ്ടായി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പിന്നെ അതൊക്കെ ആരെങ്കിലും വല്ല റിപ്പോർട്ടൊക്കെ ആയിട്ട്
സംഘടനയിൽ എത്തിക്കുമ്പോഴേ അവരതിനെ പറ്റി ചിന്തിക്കുള്ളൂ. സാധാരണഗതിയിൽ അതൊക്കെ ഉൾക്കൊള്ളാനും വിലയിരുത്താനും എന്നിട്ട് പിന്നെ പരിശോധിക്കാനൊന്നും ആരെയും നിശ്ചയിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അവരെ ശ്രദ്ധയിൽ പെടില്ല. പിന്നെ ആരെങ്കിലൊക്കെ കണ്ടിട്ട് അങ്ങനെ ഉണ്ടെന്ന് തന്നെ അവരെ ഇപ്പൊ ശ്രദ്ധിക്കില്ല. പിന്നെ അതൊന്നും ഇപ്പൊ അവരെ നേരിട്ട് ബന്ധപ്പെടുന്ന സംഗതിയുമല്ല. പ്രശ്നം ഉണ്ടാവുമ്പോൾ ആണ് ഇപ്പോ അവര് അതിനെപ്പറ്റി ചിന്തിക്കല്. ഇപ്പൊ എന്ന് പറഞ്ഞാല് പിന്നെ ഈ പറഞ്ഞ പിന്നെ സംഘടനയുടെ തീരുമാനം എന്ന് പറഞ്ഞൊരു തീരുമാനം വന്നു. ആ തീരുമാനം സംഘടനന്റെ ആണോ എന്നൊന്നും പറഞ്ഞുകൂടാ, അതിനൊരു തെളിവില്ല. അതേ സമയത്ത് പിന്നെ അത് മനസ്സിലാക്കിയിട്ട് ഞാനും അവര് പറഞ്ഞില്ലാണ് പിന്നെ തയ്യാറുണ്ട് താനും. അപ്പൊ ഞാനും ആ ഒരു നിലക്ക് പറഞ്ഞു. അപ്പൊ രണ്ടും കൂടി കൂട്ടിമുട്ടിയപ്പോ ഉണ്ടായ പ്രശ്നത്തില് പിന്നെ അത് ചിലർക്ക് പറ്റാതെ വന്നപ്പോ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പിന്നെ നടപടി ആരാണ് അത് നടത്തിയത്, ഏത് സഭയാണ് കൂടിയത്, ആരൊക്കെ സംബന്ധിച്ച്, ആരാണ് അധ്യക്ഷനായത്, ഒന്നും ഒരു വിവരം എവിടെയില്ല. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സംഘടനയുടെ മുഖപത്രത്തില് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ വളരെ മോശമായി ചിത്രീകരിച്ച് മുസ്ലിം വിരുദ്ധർ എന്ന മുദ്ര കുത്തിയിട്ട് ഒരു ലേഖനം എഴുതുകയുണ്ടായി. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു അതിനോട്? ഞാൻ പിന്നെ അത് ആ വിഷയത്തില് പിന്നെ ഞാന് മൂപ്പര് പറഞ്ഞ് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ഈ പ്രസ്താവന ഇങ്ങനെയൊക്കെ മൂപ്പര് അല്ല നേതാക്കൾ പ്രസ്താവന നടത്തി എന്നുള്ള ആ വിഷയമാണ് ഞാൻ പിന്നെ കണ്ടിട്ടുള്ളത്. മറ്റത് പിന്നെ മൂപ്പര് എഴുതിയത് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളതിപ്പോ ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ല. പിന്നെ അതൊന്നും ശ്രദ്ധിക്കുന്ന ടൈമായിരുന്നില്ല. ഇത് പിന്നെ എങ്ങനെ പിന്നെ പ്രധാനമായിട്ട് സെക്രട്ടറി പ്രസിഡന്റൊക്കെ പറഞ്ഞു എന്നുള്ളത് പിന്നെ വന്നപ്പോ അത് പിന്നെ എവിടൊക്കെയോ ഉണ്ടായിരുന്നു. ആ നിലക്കാണ് എനിക്ക് അതിന്റെ വിവരം കിട്ടുന്നത്. ഇത് പറഞ്ഞാൽ മുജാഹിദുകളെല്ലാം ഈ പ്രസിഡന്റ് സെക്രട്ടറി പറഞ്ഞതിനെ അഭിനന്ദിച്ചുകൊണ്ട് മുജാഹിദുകൾ അവരെ പത്രത്തിലും പിന്നെ പരിപാടികളിലുമൊക്കെ ഇത് അവതരിപ്പിച്ചതൊക്കെ ആയപ്പോഴാണ് ഇത് വിഷയമായത്. മുജാഹിദുകൾക്ക് ഏണി വെച്ചു കൊടുക്കുന്ന ഒരു പ്രസ്താവനയാണോ അത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ ഒരു പ്രസ്താവന ആ രൂപത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു ഏണി വെക്കലുണ്ട്. കാരണം അവരാണ് ഈ ജാലത്തിലുള്ളതും മറ്റൊക്കെ പണ്ടേ നിർത്തിയിരുന്നത്. ഈ വിവാദങ്ങൾ തുടങ്ങിയതിനു ശേഷം ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഒരു മൗലിദ് സദസ്സിൽ പങ്കെടുക്കുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. തൊട്ടുമുമ്പിൽ നിലവിളക്കുണ്ട്. അദ്ദേഹം ആ മൗലിദിന് നേതൃത്വം നൽകുന്ന ഒരു ചിത്രമാണ് പ്രചരിക്കുന്നത്. ഇതിന് കമന്റ്സുകളായി വരുന്നത് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെയും പുറത്താക്കുമോ എന്ന ചോദ്യമാണ്. അതിപ്പോ പിന്നെ അവരിപ്പോ അതിനെപ്പറ്റി പല രൂപത്തിലാണ് പറഞ്ഞത്. അത് ഇതിപ്പോ പ്രശ്നമായി. സുന്നികൾ തന്നെ പലരും ഇത് പ്രശ്നമാക്കിയപ്പോ പിന്നെ ഇത് പ്രസ്താവന ഇറക്കിയവർ പറയണത് അങ്ങനെ ചെയ്യുന്ന ഒന്നല്ല, ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം കത്തിക്കുന്നതാണ് ഹൈന്ദവാചാരം. അതുകൊണ്ട് അത് ചെയ്യുന്നത് മാത്രമാണ് ശരിക്കും തെറ്റ്, വേറുള്ളത് തെറ്റല്ല എന്നൊരു വിശദീകരണമാണ് ഇപ്പൊ കേൾക്കുന്നത്. അങ്ങനെ ഒരു വിശദീകരണം അവർ നൽകിയിട്ടുണ്ടെങ്കിൽ അതും ശരിയല്ല. കാരണം ഉദ്ഘാടനത്തിൽ അങ്ങനെ മറ്റൊരു ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് പേരിൽ നമ്മൾ ചെയ്യുന്നത് ആരാധനയല്ല, വേറുള്ളവർ ചെയ്യുന്ന ആരാധനയായിട്ടല്ല എങ്കിൽ അതിന് പിന്നെ പ്രശ്നമൊന്നുമില്ല. അത് പണ്ഡിതന്മാര് അത് അനുമതിയാണ് പറഞ്ഞു. ചെയ്യുന്നവർക്ക് നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർ ചെയ്യുന്ന ആരാധന എന്ന നിലക്കല്ല. മറ്റുള്ളവരെ ഇപ്പോ ആരാധനയായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നത് ആരാധനയായിട്ടല്ല, നമ്മൾ ചെയ്യുന്നത് വേറൊരു സാന്ദർഭികമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ആ നിശ്ചയത്തോടു കൂടെ ചെയ്താൽ അത് തെറ്റല്ല. എന്തോ ചില താല്പര്യങ്ങളുടെ പേരിൽ പെട്ടെന്ന് എടുത്ത് ചാടി കൊടുത്തതാണ്. ഉത്തരവാദപ്പെട്ട സംഘടന തീരുമാനം എടുത്തുന്നോ ഉത്തരവാദപ്പെട്ട നേതാക്കൾ കൂടിയിട്ട് ചർച്ച ചെയ്തുന്നോ യാതൊന്നും ഒരു തെളിവും എവിടെയും കാണുന്നില്ല. അതാണ് ഇപ്പൊ ഒരു വലിയ വിഷയം. അപ്പൊ ഇതിന്റെ പിന്നിലെന്തോ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട മുസ്തഫൽ ഫൈസി ആരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത ആളാണ് എന്ന് പറയുകയുണ്ടായി. താങ്കൾക്ക് ധൈര്യസമേതം തുറന്നു പറയാലോ ആരാണ് ഈ പുറത്താക്കലിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന്? ഞാൻ അറിയില്ല. ഇതിന്റെ പിന്നിൽ അടിസ്ഥാനപരമായിട്ട് ഇത് ആരാണുണ്ടാക്കിയതെന്നുള്ളത് എനിക്കറിയില്ല. അത് എങ്ങനെയാണ് പിന്നെ വല്ല തീവ്രവാദക്കാരും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല.
ഞാൻ പിന്നെ ഈ വിഷയത്തിൽ കൂടുതൽ സംഘടന ആളുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുമില്ല. കാരണം ഒരു കൃത്യമായ വാർത്ത എവിടെ നിന്നും കിട്ടുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കങ്ങനെ പിന്നെ സങ്കടം തോന്നുന്നില്ല. എനിക്ക് സങ്കടം തോന്നുന്നില്ല. കാരണം എനിക്ക് പിന്നെ അതിന്റെ അവരുടെ ആ തീരുമാനത്തിന്റെ അഭാവത്തിൽ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുന്നു തോന്നിയാലല്ലേ. അല്ലെങ്കിൽ അവരുടെ തീരുമാനം പരലോകത്തേക്ക് ബാധകമായ തീരുമാനം എന്ന് തോന്നിയാലല്ലേ. അതൊന്നുമില്ലല്ലോ. അതാണ് ഞാൻ അവരുടെ തീരുമാനം ആർദ്രവമായി സ്വാഗതം ചെയ്തു. നിങ്ങൾ ഫേസ്ബുക്ക് കണ്ടില്ലേ? കണ്ടു. കണ്ടു. ആർദ്രവമായി സ്വാഗതം ചെയ്തു. അങ്ങനെ തന്നെ അതിന്റെ മനസ്സ്. ഇപ്പൊ തന്നെ ഇനിയിപ്പോ കുറച്ച് ആൾക്കാർ മനസ്സിലാക്കി പറഞ്ഞാലൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോ. അങ്ങനെ പറ്റില്ല, ഞാൻ അവരെ കാട്ടിക്കുന്നു. എന്ത് മസലത്താണ് മുന്നോട്ട് വെക്കുന്നത് അവര്? നന്നാക്കാൻ നന്നായി പിന്നെയും ആവശ്യമുള്ള സമയത്ത് എടുത്ത് പുറത്തിടാ. എന്തായാലും അത്യാവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. സംഘടനയിൽ എന്തായാലും അത്യാവശ്യം കുടുംബം ഉപയോഗിക്കാം. ഇനിയും സംഘടനയുടെ കൂടെ പ്രവർത്തിക്കണമെന്നാണോ അവര് പറയുന്നത്? ചിലര് അവരില് ആത്മാർത്ഥത ഉള്ളവരുണ്ട്. പക്ഷെ അവർക്ക് ഇത് എല്ലാം ഒന്നും അറിയില്ല. ഇനി താങ്കളുടെ തീരുമാനം എന്താണ്? അതിപ്പോ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ നിന്ന് കൊടുത്ത മറുപടിയിൽ നിന്ന് മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാം. അങ്ങനെ മറുപടി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് വായിച്ചെടുക്കാല. ഞാൻ പറഞ്ഞ സംഗതി പിൻവലിക്കണ പ്രശ്നമില്ല. പറഞ്ഞ സംഗതിന്റെ പേരിൽ ഒരു ക്ഷമാപണം നടത്തുന്ന പ്രശ്നമില്ല. ഞാൻ ഇന്റെ സംഗതി പറയാം. ഈ രണ്ട് പ്രശ്നമില്ല. ഞാൻ പിൻവലിക്കണ പ്രശ്നമില്ല. പിന്നെ പിൻവലിക്കണം, അവരെ തീരുമാനം പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷമാപണം കൊടുക്കണ പ്രശ്നമില്ല. അത് രണ്ടുമില്ല. ഇതാണ് ഇപ്പൊ ഈ വിഷയത്തിൽ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനം. കൊട്ടപ്പുറം സംവാദത്തിന്റെ വാർഷികത്തിൽ അന്ന് കാന്തപുരം ഉസ്താദിനെ കുറിച്ച് താങ്കൾ പ്രസംഗിക്കുകയുണ്ടായി. കൊട്ടപ്പുറം സംവാദത്തിൽ കാന്തപുരം തിളങ്ങിയതിനെ കുറിച്ച് താങ്കൾ വ്യക്തമായി പ്രസംഗിക്കുകയുണ്ടായി. അതും ഈ പുറത്താക്കലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി സംശയിക്കുന്നുണ്ടോ? അതൊന്നും ഇപ്പൊ എനിക്കറിയില്ല. കാരണം അതൊക്കെ കുറെ മുമ്പല്ലേ. അങ്ങനെ ഇപ്പൊ അതും ഇങ്ങനെ കരുതി വെച്ചിട്ട് ഇപ്പൊ ചെയ്തതാണോ അങ്ങനെയൊന്നും ഞാൻ സംശയിക്കുന്നില്ല. അന്ന് ചിലരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ. അതൊക്കെ വലിയവരല്ല, ചെറിയ പ്രവർത്തകര്. എന്തിനാണ് ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ പറഞ്ഞ എന്തിനാ അങ്ങനെ ഒരു പരിപാടി വെച്ചത്? അപ്പോ ആ പരിപാടി വെക്കുമ്പോ സത്യമായിട്ട് പറയണം. അത് പിന്നെ അത് മുറിച്ചു വെക്കാൻ പാടില്ല. ആ സത്യം പറയേണ്ട സമയത്ത് അത് പറയണം. എപ്പോഴും എല്ലാ സത്യം വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. അത് പറയേണ്ട സമയത്ത് പറയേണ്ട വിഷയത്തിന് പറഞ്ഞേ തീരും. അത് പോയിട്ട് വെച്ചിട്ട് പറയാൻ പറ്റില്ല. നിലവിളക്ക് വിവാദത്തിൽ സമസ്ത ലക്ഷ്യമിട്ടത് കുഞ്ഞാലിക്കുട്ടിയെ എന്ന് താങ്കൾ ഒരു ഓൺലൈൻ ന്യൂസ് പോർട്ടലിനോട് പറയുകയുണ്ടായി. നേരിട്ട് ആക്രമിക്കാൻ ധൈര്യമില്ലാത്തതിനാൽ മറ്റുള്ളവർക്ക് നേരെ തിരിഞ്ഞു എന്ന്. കുഞ്ഞാലിക്കുട്ടിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടി പിന്നെ കത്തിച്ച് സംബന്ധിച്ചും മറ്റൊക്കെ ഇവർ കുറെ ആൾക്കാരെ പേര് പറഞ്ഞു. അതിലൊന്നും ബുദ്ധിമുട്ടിന്റെ പേരില്ല. അവര് ലീഗിനെ വിമർശിക്കുമ്പോൾ അതിന്റെ പ്രധാന രംഗത്തുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെയാണുള്ളത്. ലീഗിനെ വിമർശിച്ചതെന്ന് പത്രം നോക്കിയാലും കാണുന്നുണ്ട്. അപ്പോ അതിന്റെ പ്രധാനമായിട്ട് കൊള്ളുന്നത് കാരണം മൂപ്പരാണ് ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പ് പിന്നെ കത്തിച്ചത് തിരുവനന്തപുരത്ത് പരിപാടിയിൽ. അപ്പം മൂപ്പരൊന്നും ഒഴിവാക്കാൻ സാധ്യതയില്ല. അപ്പൊ ലീഗിനെ പറഞ്ഞത് മൂപ്പരും കൂടി ഉദ്ദേശിച്ചു തന്നെ ആകണം എന്നാണ് ഇപ്പൊ അതിൽ പലരുടെയും അഭിപ്രായം. ആളുകളൊക്കെ അത് പറയുന്നുണ്ട്. അതിന് അവർക്ക് ചില കാരണങ്ങളും ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ നമുക്കറിയില്ല. ഇങ്ങനെയുള്ളത് പിന്നെ ഞാൻ ഈ നിലയ്ക്ക് ജനങ്ങള് ഇന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ ലീഗിനെ വിമർശിക്കുന്നുള്ളത് വ്യക്തമല്ല, പത്രത്തിൽ നിന്ന് വ്യക്തമാണ്. സുപ്രഭാതത്തിൽ തന്നെ വ്യക്തമാണ്. ശരി, നന്ദി ബഹുമാനപ്പെട്ട മുസ്തഫ ഫൈസി KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ പങ്കെടുത്തതിന്.